ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് UK ILR എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോവുകയാണ്. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ILR ഡോക്യുമെൻറ്റ്സ്, നമുക്കൊരു ചെക്ക് ലിസ്റ്റ് നോക്കാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് വേണം. അതായത് പാസ്പോർട്ട്, കറണ്ട് പാസ്പോർട്ട്, പിന്നെ കറണ്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൻ്റെ എവിഡൻസ്, ആൻഡ് റെക്കോർഡ് ഓഫ് റിക്വയർഡ് UK ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ആപ്ലിക്കേഷന് വേണ്ട നമ്മുടെ ബാക്കി റെക്കോർഡ്സ്, പിന്നെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെസിഡൻസ് എവിഡൻസ്, നമ്മൾ എംപ്ലോയറിൻ്റെ നിന്ന് ലെറ്റർ വാങ്ങുന്നുണ്ട്, പിന്നെ സാലറി റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ് സപ്പോർട്ടിങ് കണ്ടിന്യൂസ് റെസിഡൻസ് ഇൻ UK. പിന്നെ തേർഡ് ആയിട്ട് നോക്കുന്നത് ലൈഫ് ഇൻ UK ടെസ്റ്റ് പാസ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആൻഡ് സപ്പോർട്ടിങ് എലിജിബിലിറ്റി റെക്കോർഡ്സ്. അടുത്തായി എംപ്ലോയർ ഡോക്യുമെൻറ്റ്സ് നോക്കാം. സ്പോൺസർ കൺഫർമേഷൻ ലെറ്റർ ഒന്ന്, അത് കണ്ടിന്യൂഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്, അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഈ വീഡിയോസിനകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ പേ സ്ലിപ്പ്, മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ്, പിന്നെ P60 ഉണ്ടെങ്കിൽ മോസ്റ്റ് റീസെൻറ്റ് ടാക്സ് ഇയറിൽ, പിന്നെ COS. ഇപ്പം ജോബ് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൾ COS ഇഷ്യൂഡ് ബൈ എല്ലാ എംപ്ലോയറിൽ നിന്നുള്ള COS, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സാലറി ക്രെഡിറ്റ്സ്, പ്രീവിയസ് എംപ്ലോയർ COS കൺഫർമേഷൻ ലെറ്റർ. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും എംപ്ലോയറിൽ നിന്ന് വേണ്ടത്. ദെൻ എംപ്ലോയി ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നോക്കിയാൽ കറണ്ട് വാലിഡ് പാസ്പോർട്ട് ഓൾ പേജസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലൈഫ് ഇൻ UK ടെസ്റ്റ് പാസ് സർട്ടിഫിക്കറ്റ്, ട്രാവൽ ഹിസ്റ്ററി ഓൾ പാസ്പോർട്ട് കവറിങ് 5 ഇയർ പീരീഡ്, പിന്നെ ആബ്സൻസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ചൈൽഡ്, അതൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പേഴ്സണൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പ്രൂഫ് ഓഫ് UK അഡ്രസ്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത് പോലെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ഇഫ് യു ആർ സ്കിൽഡ് വർക്കർ ഓർ ടയർ ടു വിസ, അത് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഹൗ ടു അപ്ലൈ നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നു. പിന്നെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മളെല്ലാം ചെക്ക് ചെയ്തതാണ്. പിന്നെ അപ്ലൈ ടു സെറ്റിൽ ഇൻ UK സർട്ടൻ കാറ്റഗറികളിൽ അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നു. ഇതൊരു 7 സ്റ്റെപ്പ് പ്രോസസ്സാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിൽ നമ്മളത് ചെയ്യുന്നു, പിന്നെ ആപ്ലിക്കേഷൻ, ഫിനാൻസ്, ഡോക്യുമെൻറ്റ്സ്, ഡിക്ലറേഷൻ, 6th പേയ്മെൻറ്റ്, ദെൻ ഫർദർ ആക്ഷൻസ്. അതായിരിക്കും 7 സ്റ്റെപ്പ് പ്രോസസ്സ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റാർട്ട്. നമ്മളവിടെ യുവർ ലൊക്കേഷൻ, ആർ യു കറൻ്റ്ലി ഇൻ UK, യെസ്. അതർ ഹോം ഓഫീസ് ആപ്ലിക്കേഷൻ, കറൻ്റ്ലി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഞാനിവിടെ നോ എന്ന് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്നു. പിന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ, ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്യുന്നു, പിന്നെ നമ്മളത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ അത് പ്രൊസീഡ് ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പിലാണ് ആ ഇമെയിൽ ഒരു വെരിഫിക്കേഷൻ വരും. നമ്മളത് ഇമെയിലിൽ പോയിട്ട് അത് കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ. പിന്നെ രജിസ്ട്രേഷൻ ഇമെയിൽ ID ഞാനിവിടെ ആപ്ലിക്കൻ്റാണ്. ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടെങ്കിൽ അത് നമ്മളത് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നു. പിന്നെ നമ്മുടെ വിസ കാറ്റഗറി സ്കിൽഡ് വർക്കർ, ടയർ 2 ഇൻ്റർനാഷണൽ സ്പോർട്സ്മാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ. പിന്നെ മൈഗ്രൻ്റ് കാറ്റഗറി സ്കിൽഡ് വർക്കർ. പിന്നെ നമ്മളിപ്പോൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ചെക്ക് യുവർ ആൻസേഴ്സ്. അപ്പോൾ എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യാം, ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. തന്നെ എല്ലാം ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. അഡീഷണൽ ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാം. പക്ഷേ നമ്മളിപ്പം ആൻസർ ദ ക്വസ്റ്റ്യൻ അത് ക്ലിക്ക് ചെയ്യുന്നു, നെയിം എൻ്റർ ചെയ്യുന്നു, ഫസ്റ്റ് നെയിം, സർനെയിം, ഇനി അതർ നെയിമിലൊക്കെ നെയിം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ ചെയ്യുന്നു. പിന്നെ കോൺടാക്റ്റ് ഇമെയിൽ അഡ്രസ്സ്, പിന്നെ ഫോൺ നമ്പർ, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കറണ്ട് പോസ്റ്റൽ അഡ്രസ്സ്, when did you start living at this address, അത് എൻ്റർ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, സേവ് ആൻഡ് കണ്ടിന്യൂ. പിന്നെ നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം നമ്മുടെ അഡ്രസ് പ്രൂഫ്, അതായത് പാസ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
കൺട്രി ഓഫ് നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം എൻ്റർ ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. Can you provide a valid passport? Yes. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ആ പാസ്പോർട്ടിനകത്തുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. Do we have a biometric resident permit? This include expired BRP if the expiry date was less than 24 months ago. ഇപ്പോൾ എൻ്റെ കേസിൽ 24 month agoയിലാണ് എക്സ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനവിടെ എസ് അടിച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. എസ് അടിച്ചതുകൊണ്ട് തന്നെ BRP നമ്പർ എൻ്റർ ചെയ്യുന്നു. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ഡു യു ഹാവ് എനി വാലിഡ് നാഷണാലിറ്റി കാർഡ്? ഞാൻ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തതുകൊണ്ട് വേറെ ഐഡൻറ്റിറ്റി കാർഡൊന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല. നോ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. Your other nationality, do you hold any other nationality? No. നമ്മുടെ കറണ്ട് അഡ്രസ്സ്, എത്ര മന്ത് നമ്മളിവിടെ താമസിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, പിന്നെ ഡേറ്റ് യു ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ ദ UK immigration status. Do you have a visa or leave to enter, remain, other permission to UK? Yes. ഇനി നമ്മുടെ വിസ കാറ്റഗറിയാണ്. ഇവിടെ നമ്മുടെ മോസ്റ്റ് റീസെൻ്റ് വിസയിലെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എൻ്റെ ഡേറ്റ് എൻ്റർ ചെയ്യുന്നു. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. Time spent in Crown dependency. Have you spent any of 2, 3 or 5 year continuous period with leave to enter, remain in Crown dependencies? അതിൽ ഞാൻ നോന്ന്. ഡീറ്റെയിൽസ് ഓഫ് ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് UK നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ ഏതാണ് കൺട്രി, വിച്ച് കൺട്രി ഡിഡ് യു വിസിറ്റ് ഓർ ട്രാവൽ ത്രൂ വെൻ ആബ്സെൻറ്റ് ഫ്രം ദ UK ആൻഡ് Crown dependencies. ഇവിടെ നമ്മുടെ വെക്കേഷൻസ്, ഹോളിഡേയ്സൊക്കെ UK നിന്ന് പോയ എല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്യാം. കൺട്രി, ഞാൻ ഇവിടെ വെക്കേഷൻസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് UK നിന്ന് ലീവ് ചെയ്ത ടൈമും റിട്ടേൺ ആയ ഡേറ്റും ഡേ, മന്ത്, ഇയർ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അത് നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റ് വെച്ച് അത് നോക്കി ചെയ്യാവുന്നതാണ്. അതിന് പ്രൂഫായിട്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ വെക്കാവുന്നതാണ്. ഇനി അത് ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് UK. അപ്പം എല്ലാ രാജ്യത്തും പോയതിൻ്റെ നമ്മൾ എത്ര ടൈം പോയിട്ടുണ്ടോ അതെല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്യണം. വെക്കേഷന് പോയ സമയത്തുള്ള ട്രാവൽ ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി എയർലൈൻ ടിക്കറ്റാണ് ഉപയോഗിച്ചിരുന്നത്. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിരുന്നു. അപ്പോൾ ഞാനത് റിക്വസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് എയർവേയ്സാണ് ഞാൻ യൂസ് ചെയ്ത എയർവേയ്സ്. അപ്പോൾ ഞാൻ അവർക്ക് ഫ്ലൈറ്റ് ഡീറ്റെയിൽസും ട്രാവൽ ഡേറ്റും ഡെസ്റ്റിനേഷൻസും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ബുക്കിംഗ് റെഫറൻസ് എവിടെയെങ്കിലും മെയിലുണ്ടെങ്കിൽ നമ്മളതും കൊടുത്തു കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ നമുക്കത് ഫ്ലൈറ്റ് ടിക്കറ്റായിട്ട് റെസിപ്റ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ഇമെയിലൊക്കെയാണ് മിസ്സായാലും കുഴപ്പമില്ല. ഞാനിവിടെ അത് റിക്വസ്റ്റ് ചെയ്ത് കിട്ടി. എനിക്ക് 1 വീക്കിൽ ട്രാവൽ ചെയ്തതിൻ്റെ എല്ലാം റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. മറ്റേ എയർലൈൻസിലും പ്രൊസീജിയർ വേറെ ആയിരിക്കാം. ഞാനിവിടെ ബ്രിട്ടീഷ് എയർവേയ്സ് റിക്വസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതർ കൺട്രി യു ലിവ്ഡ് ഇൻ. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി വിസിറ്റ് ചെയ്ത കൺട്രീസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ്, റീസൺസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനടുത്താണ് നാഷണൽ ഇൻഷുറൻസ് നമ്പർ എൻ്റർ ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ. പിന്നെ ലൈഫ് ഇൻ UK ടെസ്റ്റ്, ഹാവ് യു പാസ്ഡ് ലൈഫ് ഇൻ UK ടെസ്റ്റ്, അപ്പോൾ എസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ യൂണിക്
ടെസ്റ്റ് യൂണിക് റെഫറൻസ് നമ്പർ ഉണ്ട്, നമുക്കത് ഇമെയിൽ ഇത് വന്നിട്ടുണ്ടാവും. നമ്മളത് എൻ്റർ ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ. Problems in the immigration to UK. Have you ever been refused visa or deported from UK? അതെല്ലാം നോക്കിയത് നോ. ഞാനിവിടെ നോ ആണ് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ സ്പോൺസർ ലൈസൻസ് നമ്പർ, വാട്ട്സ് യുവർ സ്പോൺസർ ലൈസൻസ് നമ്പർ, അത് നമ്മുടെ COSൻ്റെ അകത്ത് ഉണ്ടാവും. COSൽ തന്നെയാണ് SOC കോഡ് ഉണ്ടാവുക. ദെൻ നമ്മുടെ കറണ്ട് പേ റേറ്റ്, അത് ആനുവൽ സാലറി ആണെങ്കിൽ എത്രയാണ്, എത്ര അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ പാരൻ്റൽ ഓർ അഡോപ്ഷൻ ലീവ്, ആർ യു ഓൺ മെറ്റേണിറ്റി, പെറ്റേണിറ്റി, ഷെയർഡ് പാരൻ്റൽ ഓർ അഡോപ്ഷൻ ലീവ്. ഇപ്പോൾ കറൻ്റ്ലി അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ് അടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ നോ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്രിമിനൽ കൺവെൻഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം നോ ഐ നെവർ ഹാഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ടെററിസ്റ്റ് ആക്ടിവിറ്റി അതെല്ലാം നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത്. Person of good character. Have you ever been engaged in any other activity which might indicate that you may not be considered to be a good person or good character? അപ്പോൾ അത് നോ. then അതെല്ലാം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി നമ്മുടെ എല്ലാം ആൻസേഴ്സ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമ്മളവിടെ ചെക്ക് ചെയ്യുന്നു. എല്ലാം ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ എല്ലാം ഓക്കെയാണ്, കണ്ടിന്യൂ കൊടുത്തു. ദെൻ ഇവിടെ അഡീഷണൽ ആപ്ലിക്കൻ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അഡീഷണൽ ആപ്ലിക്കൻ്റ് ആഡ് ചെയ്യുന്നില്ല, ഞാൻ ഈ കേസിൽ ആഡ് ചെയ്യാതെ. ദെൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പബ്ലിക് ഫണ്ട്, ഡു യു ഓർ എനി വൺ എൽസ് ഹു ഇസ് എ പാർട്ട് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ റിസീവ് എനി പബ്ലിക് ഫണ്ട്. അപ്പോൾ ഇവിടെ നോ ആണ്. എന്തൊക്കെയാണ് പബ്ലിക് ഫണ്ട് എക്സാമ്പിൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകം സപ്പോർട്ട് ഉണ്ടോ, ചൈൽഡ് ബെനിഫിറ്റ് ഉണ്ടോ, ഹൗസിംഗ് ബെനിഫിറ്റ്, കൗൺസിൽ ടാക്സ് ബെനിഫിറ്റ്, കാരേഴ്സ് അലവൻസ് ആൻഡ് ഡിസബിലിറ്റി ലിവിങ് അലവൻസ്. പിന്നെ നമുക്കിവിടെ തന്നെ ഫുൾ ലിസ്റ്റ് ഉണ്ട്. ഞാനിവിടെ നോ ചെയ്തിട്ട് കണ്ടിന്യൂ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. വെരിഫിക്കേഷൻ കൺസെൻറ്റ് കൊടുക്കണം. ഹോം ഓഫീസ് വിൽ ചെക്ക്. You should download and print the declaration. A copy will be. ഓക്കെ, നമ്മളിവിടെ വെരിഫിക്കേഷൻ കൺസെൻറ്റ് കൊടുക്കുന്നു. നമുക്കിത് ഡിക്ലറേഷൻ ഓഫ് കൺസെൻറ്റ് ഓഫ് ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്സ്. ഇത് നമുക്കിവിടെ ഐ വിൽ പ്രൊവൈഡ് ഡിക്ലറേഷൻ സൈൻഡ് ബൈ ടു കൺഫേം മൈ കൺസെൻറ്റ് ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്ക്. നമ്മളവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ കോപ്പി ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ നമുക്കത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡോക്യുമെൻറ്റിൽ. അതൊരു 3 ഫോമുണ്ട്. അതിൻ്റെ നമ്മുടെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് നമ്മൾ ഏതായാലും നമുക്കത് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. കൺസെൻറ്റ് ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്ക് ഫോർ ജോയിൻറ്റ് അക്കൗണ്ട് ഓർ തേർഡ് പാർട്ടി സപ്പോർട്ട്. അപ്പോൾ എൻ്റെ കേസിൽ ഇസ് ദ അക്കൗണ്ട് വിത്ത് ബാങ്ക് ഓർ യൂട്ടിലിറ്റി കമ്പനി ഫോർ വിച്ച് യു ഹാവ് സപ്ലൈഡ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ ഹെൽഡ് ജോയിൻറ്റ്ലി ബൈ യു ആൻഡ് അതർ പീപ്പിൾ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ കേസിൽ ഇത് യൂട്ടിലിറ്റി കമ്പനീൻ്റെ അകത്തുള്ളത് ജോയിൻ്റിലാണ്, 2 പേരുണ്ട്. അപ്പോൾ അവിടെ SC ചെയ്യുന്നു. പിന്നെ രണ്ടാമത് ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും ഇല്ല, അപ്പോൾ അത് നോ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ അടുത്തത് ഡോക്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ മാൻഡേറ്ററി ആൻഡ് യു മസ്റ്റ് പ്രൊവൈഡ് ദം ആസ് എ പാർട്ട് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളത് പാസ്പോർട്ട് ഇഷ്യൂഡ് ബൈ ഇന്ത്യ അത് ചെയ്യുന്നു. അതർ ഡോക്യുമെൻറ്റ്സ്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, അതർ എവിഡൻസ്, റീസൺസ് ഓഫ് ആബ്സെൻസ്, പിന്നെ ഡിക്ലറേഷൻ, പിന്നെ കൺസെൻറ്റ് ഫോം, ഹോം ഓഫീസ് ടു വെരിഫിക്കേഷൻ ചെക്സ്.
all previous passports, travel documents, then evidence of immigration status, പിന്നെ most recent pay slips, പിന്നെ document from the sponsor who issued the certificate of sponsorship. അപ്പോൾ അതിൻ്റെ അകത്ത് സ്പോൺസർ സർട്ടിഫിക്കറ്റ്സ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. SOC കോഡ്, കറണ്ട് പേ റേറ്റ്, പിന്നെ മെറ്റേണിറ്റിയിലാണെങ്കിൽ സെപ്പറേറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ഡോക്യുമെൻറ്റ് ഫ്രം ദ സ്പോൺസർ, ഇതെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ ഡോക്യുമെൻറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ 5th സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, ഡിക്ലറേഷൻസ്. By sending this application, you confirm that the best of your knowledge and belief or the following is correct. The information relating to your application and supporting evidence. അപ്പോൾ നമ്മളിവിടെ the applicant കൺഫർമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് ആൻഡ് പോകും. പിന്നെ അടുത്തത് 6th സ്റ്റേജിലേക്ക് പേയ്മെൻ്റ് ആണ്. നോർമൽ സ്റ്റാൻഡേർഡ് സർവീസ് 3,226 പൗണ്ട്. അത് 26 വീക്ക് വരെ അതിൻ്റെ ഡിസിഷൻ എടുക്കാം. പിന്നെ പ്രയോറിറ്റി സർവീസ് 3,726 പൗണ്ട്. മോസ്റ്റ് പീപ്പിൾ ഗെറ്റ് എ ഡിസിഷൻ വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സ്. പിന്നെ സൂപ്പർ പ്രയോറിറ്റി ഉണ്ട് 4,226. 500ഉം 1,000ഉം വ്യത്യാസമാണ് പ്രയോറിറ്റിയും സൂപ്പർ പ്രയോറിറ്റി ഉള്ളത്. വേണ്ട സർവീസ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അടുത്ത പേയ്മെൻറ്റിൻ്റെ ഇതിലേക്ക് പോകുന്നു. നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമുക്ക് റെഫറൻസ് നമ്പർ വരും. നെക്സ്റ്റ് 7th സ്റ്റേജിലേക്ക് പോവുകയാണ്, ഫർദർ ആക്ഷൻസ്. പിന്നെ നമ്മൾ ഡൗൺലോഡ് സൈൻ വെരിഫിക്കേഷൻ ചെക്സ് വേണ്ട കൺസെൻറ്റ് ഫോം നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതെ, ഇവിടെ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ TLS കോൺടാക്റ്റിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ നമ്മുടെ ആ UAN നമ്പറുണ്ട്, ഇമെയിൽ അഡ്രസ്സുണ്ട്. നമ്മളത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. മാൻഡേറ്ററി ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. ദെൻ നമുക്കൊരു ഇമെയിൽ വെരിഫിക്കേഷൻ വരുന്നു. ആ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എനി ടൈം അപ്പോയിൻമെൻറ്റ് കളക്ട് ചെയ്യാം. പിന്നെ ഡോക്യുമെൻ്റ് അവിടെ ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. സ്കാൻ സർവീസസ് ഉണ്ട്, അതിന് 65 പൗണ്ട് എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ പ്രൈം ടൈം അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, വർക്കിംഗ് അവേഴ്സിന് മുമ്പും വർക്കിംഗ് അവേഴ്സിന് ശേഷവും. അപ്പോൾ അതിനും 60 സംതിങ് പൗണ്ടിൽ പേയ്മെൻ്റ് ഉണ്ട്. ഡോക്യുമെൻറ്റ് സ്കാനിങ്ങിന് നമ്മൾ അഡീഷണൽ കോസ്റ്റാണ്. പിന്നെ നോർമലായിട്ടുള്ളതാണ് റെഗുലർ സർവീസ്. ഇപ്പം ഞാനിവിടെ റെഗുലർ സർവീസ് നോക്കുന്നു. ദെൻ വേണ്ട ഡേറ്റ് ക്ലിക്ക് ചെയ്ത്
ഡേറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് കാർട്ടിൽ വന്ന് കിടപ്പുണ്ടാവും. നമ്മളത് പേയ്മെൻറ്റ് കൺഫേം ചെയ്ത് കഴിയുമ്പം അടുത്ത സ്റ്റെപ്പാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ്. നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാറ്റഗറി നമുക്കിവിടെ ചേഞ്ച് ചെയ്യണം. അപ്പം എങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സും അതിൻ്റെ കാറ്റഗറി ലിസ്റ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അല്ലെ ലൈഫ് ഇൻ UK ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് എഡ്യൂക്കേഷൻ അല്ലെ ക്വാളിഫിക്കേഷൻ കാറ്റഗറിയിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ എംപ്ലോയി ലെറ്ററോ സർട്ടിഫിക്കറ്റ് ഓഫ് സർവീസസോ അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ സ്പോൺസർ അല്ലെ എംപ്ലോയേഴ്സ് ഇതിലേക്ക് പോകും. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ പേ സ്ലിപ്സോ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ ആണെങ്കിൽ അത് ഫിനാൻസിലേക്ക് പോകും. ആ കാറ്റഗറി നമുക്ക് ഇവിടെ അത് വെച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.